വരവൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്ത ജലസ്രോതസ്സായ കോഴിക്കോട്ടുകുളം അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നു. കുളത്തിൽ മുന്തക്കാട് കയറി മൂടുകയും പായൽ നിറയുകയും ചെയ്ത് വെള്ളം തീർത്തും ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. 3 കുന്നുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം സംഭരിക്കപ്പെടുന്ന ഈ പ്രകൃതിദത്ത കുളം പ്രദേശവാസികളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചിരുന്നത്. എന്നാൽ നിലവിൽ സംരക്ഷണമില്ലാതെ കാടുമൂടി കിടക്കുകയാണ് ഈ പ്രധാന ജലസ്രോതസ്. കുളത്തിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി വാർഡ് മെമ്പറോട് പലതവണ പരാതി പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് വരവൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ, അതായത് കൊറ്റുപുറത്തിനും പിലക്കാടിനും നടുവട്ടത്തിനും ഇടയ്ക്കുള്ള ഈ വലിയൊരു കുന്ന്. ഇവിടെ ഒരു കുന്ന് കാണാം, ചെകുത്താൻ കുന്ന്, അതേപോലെ തന്നെ മല്ലംകുന്ന്. ഇതിൻ്റെയൊക്കെ താഴ്വാര 3 കുന്നുകളിൻ്റെ താഴ്വാരമായിട്ടുള്ള ഈ കോഴിയോട്ടുകുളം എന്ന കുളത്തിൻ്റെ പരിസരത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ കുളത്തിൻ്റെ ഈ പരിസരം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. പിലക്കാട് നടുവട്ടം ഭാഗത്ത് ഹെക്ടർ കണക്കിന് കൃഷിഭൂമിക്ക് ആവശ്യമായിട്ടുള്ള ജലം സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ ജലസംഭരണി, 2-3 ഏക്കർ വലുപ്പമുള്ള ഒരു വലിയ ജലസംഭരണിയുടെ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതായത് നിറയെ ചണ്ടിയും മൊന്തയൊക്കെ പിടിച്ചിട്ട് ഇതൊരു കുളമാണോ അതൊരു പാടമാണോ ഒരു പറമ്പാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വളരെ ദയനീയം, എന്താ പറയുക, അത്രയും മോശമായിട്ടൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇത് 14-ാം വാർഡിലായതുകൊണ്ട് തന്നെ ഈ 14-ാം വാർഡിലെ മെമ്പറെ നമ്മൾ വിളിച്ച് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റുള്ള അധികാരികൾ നമ്മൾ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഈ കുളം നേരെയാക്കാനായിട്ട് പഞ്ചായത്തിൻ്റെ ഇതിൽ അതിമാത്രം ഫണ്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. പക്ഷേ വളരെ പരിതാപകരമായൊരവസ്ഥ എന്ന് വെച്ചാൽ ഈ മെമ്പറെ വിളിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം ഒന്ന് തിരിഞ്ഞ് നോക്കാൻ പോലും ഇതിൻ്റെ കൂടെ തയ്യാറായിട്ടങ്ങനെ വളരെ എന്താ പറയുക മോശമായൊരു അവസ്ഥയുണ്ട്. നമ്മൾ ഓരോരുത്തരെയും ജയിപ്പിച്ചുവിടും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജയിപ്പിച്ചുവിടും. നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാനും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കുളത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ നമുക്ക് നാട്ടുകാർക്ക് എത്രയും പെട്ടെന്ന് അത് മാറ്റിയെടുക്കണം എന്നുള്ളതാണ് നമുക്ക് പഞ്ചായത്തും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ ഇവിടെ ജയിപ്പിച്ചു വിട്ട നമ്മുടെ MLA ഒക്കെ നമുക്ക് നിവേദനം പറയാനുള്ളത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് കൂടെ കണ്ടാലറിയാം ഈ കുളത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ. 3 വർഷം മുൻപാണ് ചെക്ക് ഡാം നിർമ്മിക്കാനെന്ന രീതിയിൽ 7 ലക്ഷം രൂപ പാസ്സാക്കിയെന്ന് പറഞ്ഞാൽ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതിനുശേഷം ഒരു എന്താ പറയുക കുളം നന്നാക്കൽ അതുപോലെ തന്നെ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല നമുക്ക് അറിയാൻ കഴിയും. 3 വർഷം മുൻപ് വരെ ഇവിടെ മീൻ പിടിക്കാൻ അനുമതി കൊടുത്തിരുന്നു. പക്ഷേ മീൻ പിടിക്കൽ നിർത്തിയപ്പോഴാണെന്നാണ് നമ്മൾ നാട്ടുകാരും നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കുളം ഇത്രയും ചണ്ടിയും അതേപോലെ തന്നെ മൊന്തയും കാടുകളൊക്കെ പിടിക്കാൻ കാരണം. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വേനൽക്കാലങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിറയെ മദ്യക്കുപ്പികളും അതേപോലെ സാമൂഹ്യ വിരുദ്ധരെന്ന് അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് ഇതിൻ്റെ ചുറ്റുവട്ടത്തും മദ്യക്കുപ്പികളും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ. അപ്പോൾ ഇത് മാറ്റിയെടുക്കേണ്ടത് ഒരു നാടിൻ്റെ ഒരു ജനതയുടെ ഏറ്റവും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതാണ് നമുക്ക് ഇതിൻ്റെ അധികാരികളുടെ മുൻപിൽ വയ്ക്കാനുള്ളത്. ഈ ഒരു വിഷയം തീർച്ചയായിട്ടും പഞ്ചായത്ത്, അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതേപോലെ തന്നെ MLA ശ്രദ്ധയിൽ പെടുമെന്നാണ് ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് വിശ്വസിക്കുന്നത്. താങ്ക് യു. വേനൽക്കാലം കടക്കുന്നതിന് മുമ്പ് തന്നെ കുളം ശുചീകരിച്ച് ഉപയോഗയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളും MLAയും അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് ജലസ്രോതസ് വീണ്ടെടുക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാരായ സന്തോഷ് പീലാക്കാട്, ജാഫർ കൊറ്റുപുറത്ത്, സജീഷ് പീലാക്കാട് എന്നിവർ ആവശ്യപ്പെട്ടു. You are watching VCV News.